നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ഫൈനാൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീ അവരുടെ സുഹൃത്തിന് വേണ്ടി ആ കമ്പനിയിലെ മുതലാളിയെ പോലും വഞ്ചിച്ച്, അല്ലെങ്കിൽ ആ കമ്പനിയിലെ മുതലാളി പോലും അറിയാതെ അവിടുത്തെ സ്വർണം തിരിമറിക്കാൻ കൊടുക്കുന്നു. തൻ്റെ സുഹൃത്തിൻ്റെ കൈവശമാണ് ഈ സ്വർണം നൽകുന്നത്. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ നമ്മൾ കരുതിയത് ഒരു സുഹൃത്ത് അവളുടെ കഷ്ടപ്പാടുകൾ പറയുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കടുങ്കയൊക്കെ സ്ത്രീകൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടി ഇത്തരത്തിൽ സ്വന്തം മുതലാളി അറിയുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു വയ്ക്കാമെന്നുള്ള പ്രതീക്ഷയിൽ തൻ്റെ സ്ഥാപനത്തിൽ മറ്റ് ഉപഭോക്താക്കൾ കൊണ്ടുവച്ച സ്വർണം തൽക്കാലത്തേക്ക് തൻ്റെ സുഹൃത്തിനെ ഏൽപ്പിച്ചു, പണയം വെക്കാൻ വേണ്ടി ഏൽപ്പിച്ചു എന്നുള്ള തരത്തിലാണ്. പക്ഷേ വിഴിഞ്ഞത്ത് നിന്ന് കഴിഞ്ഞ ദിവസം 70 പവൻ സ്വർണം തൻ്റെ സ്ഥാപനത്തിൽ നിന്ന് തൻ്റെ സുഹൃത്തിന് എടുത്ത് നൽകി അത് തിരികെ ലഭിക്കാതായതോടെ ജീവനൊടുക്കിയ 2 യുവതികളുടെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ നമ്മൾ ഈ കരുതിയ സംഭവം ഒന്നുമായിരുന്നില്ല എന്നത് വ്യക്തമായി കഴിഞ്ഞു. അതായത് സുഹൃത്തിനെ അവരുടെ സങ്കടം കണ്ട് സഹായിക്കാൻ ശ്രമിച്ചപ്പോഴല്ല, കൈ നനയാതെ മീൻ പിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ 2 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന സ്ഥാപനത്തിലെ സ്വർണം മറ്റ് സ്ഥാപനത്തിൽ പലിശ കുറവിനൊക്കെ വച്ച് അതിൽ നിന്ന് ലാഭമുണ്ടാക്കിയതിനു ശേഷം ആ സ്വർണം തിരികെ വെക്കാമെന്ന് കരുതിയത്, എളുപ്പത്തിൽ പണമുണ്ടാക്കാം എന്ന് കരുതിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2 പേരുടെ ജീവൻ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. വലയിൽ ചെന്ന് വീഴാൻ ഈ 2 സ്ത്രീകളും തയ്യാറായതും ഇത്തരത്തിലുള്ള ആളുകളെ വലയിൽ വീഴ്ത്താൻ സിന്ധു എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരുമ്പിട്ടിറങ്ങിയതും കൊണ്ടാണ് ഇന്ന് ഈ നാടിനെ നടുക്കിയിട്ടുള്ള 2 മരണങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വന്നത്. സിന്ധു എന്ന സ്ത്രീയുമായിട്ട് വളരെ അടുപ്പത്തിലായിരുന്ന 2 യുവതികൾ, ഐശ്വര്യ, അഞ്ജു എന്ന് പറയുന്ന 2 യുവതികളാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നുണ്ടായിട്ടുള്ള സ്വർണമെടുത്ത് ആ സ്വർണം സിന്ധു എന്ന് പറയുന്ന സുഹൃത്തിന് കൈമാറി അവിടെ നിന്ന് മറ്റ് തിരിമറികൾ നടത്തി തിരികെ വെക്കാം എന്ന് കരുതിയെങ്കിലും സിന്ധു ചതിച്ചതോടെ, അതായത് തൻ്റെ സുഹൃത്ത് ചതിച്ചതോടെ വേറെ നിക്കക്കള്ളിയില്ലാതെ മുതലാളിയും അവിടെയുള്ള ഉപഭോക്താക്കളും സ്വർണം മിസ്സിംഗ് ആണ് എന്ന് മനസ്സിലാക്കിയതോടെ മറ്റൊരു മാർഗവുമില്ലാതെ ജീവനൊടുക്കിയിരിക്കുന്ന 2 യുവതികൾ. ആ വാർത്തകളാണ് പുറത്തു വന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ് ഈ ഒരു മരണവാർത്ത എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഞെട്ടിക്കുന്ന പല റിപ്പോർട്ടുകളും തെളിവുകളും പുറത്തു വന്നു കഴിഞ്ഞു. തലസ്ഥാനത്തെ വെങ്ങാനൂരിലുള്ള സൂര്യ ഫിനാൻസ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്ന വെണ്ണിയൂർ സ്വദേശി അഞ്ജു എന്ന് പറയുന്ന യുവതിയും ഐശ്വര്യയും ജീവനൊടുക്കിയതിന് പിന്നിൽ വലിയൊരു സംഘം തന്നെയുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. സിന്ധുവിനെ മുൻനിർത്തി ഇത്തരത്തിലുള്ള ഐശ്വര്യയെയും അഞ്ജുവിനെയും പോലുള്ള ആളുകളെ വലയിലാക്കാൻ വേണ്ടി ഒരു വലിയ സംഘം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. ആ ഒരു ആംഗിളിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം തുടങ്ങിയെന്നാണ് സൂചന. എന്തായാലും സ്ഥാപന ഉടമ അറിയാതെ ജീവനക്കാരികൾ ഇടപാട് നടത്തി എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായിട്ടുണ്ട്. ജീവനക്കാരികളെ വിശ്വാസത്തോടെ കൊണ്ടു നടന്നിരുന്ന ആ ഒരു സുഹൃത്ത് പറ്റിച്ചതോടെയാണ് കള്ളി വെളിച്ചത്തായത്. ഒടുവിൽ കെണിയിൽ അകപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ യുവതികൾ കൂട്ടാത്മഹത്യക്ക് ശ്രമിക്കുകയും ജീവൻ പൊലിയുകയുമായിരുന്നു. കഴിഞ്ഞ 30-ാം തീയതിയാണ് കേരളത്തെ നടക്കുന്ന ആ ഒരു മരണ വാർത്ത നമ്മൾ കേൾക്കുന്നത്. അഞ്ജു, ഐശ്വര്യ എന്നീ 2 യുവതികൾ ഒരു വിഴിഞ്ഞത്തെ ഒരു ഷോപ്പിൽ കയറി അവിടെ നിന്ന് ജ്യൂസ് മേടിച്ച് ആ ജ്യൂസിൽ വിഷം കലർത്തി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത. അങ്ങനെ എന്താണ് ഇവർ ഇത്തരത്തിൽ ജീവിതം അവസാനിപ്പിക്കാൻ ഒരു കാരണമായി മാറിയത്, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച കാരണം എന്ന് അന്വേഷിച്ചെത്തിയപ്പോഴാണ് ആ ഒരു വലിയ കള്ളങ്ങൾ പൊളിഞ്ഞടുങ്ങിയത്, അല്ലെങ്കിൽ ഈ പറയുന്ന 2 യുവതികളടക്കം പറ്റിക്കപ്പെട്ടതിൻ്റെ കഥ കേരളം അറിഞ്ഞത്. സൂര്യ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന 2 യുവതികളാണ് ഇവർ. തൻ്റെ സുഹൃത്തായിട്ടുള്ള സിന്ധുവിനെ വിശ്വസിച്ച് ഈ സൂര്യ ഫിനാൻസിൽ ആളുകൾ കൊണ്ടുവയ്ക്കുന്ന സ്വർണം അത് എടുത്ത് തിരിമറിക്കലായിരുന്നു ഇവർ 3 പേരുടെയും പരിപാടി. എന്തായാലും സൂര്യ ഫിനാൻസിന്റെ വിഴിഞ്ഞം അമരവിള ശാഖയിൽ പണയമിരുന്ന യഥാർത്ഥ ഉടമകളുടെ സ്വർണം ഈ ജീവനക്കാരികൾ ചേർന്ന് തങ്ങളുടെ അടുത്ത കൂട്ടുകാരിയായിട്ടുള്ള സിന്ധു എന്ന് പറയുന്ന സ്ത്രീക്ക് മറിച്ചു പണയം വിൽക്കാൻ നൽകിയതാണ് സംഭവം. 1ഉം 2ഉമല്ല 70ഓളം പവൻ സ്വർണമാണ് ഇത്തരത്തിൽ ഇവർ തിരിമറികളുമായി ബന്ധപ്പെട്ട് മാറ്റിയതെന്നാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ. 50 പവൻ
20 പവൻ എന്നിങ്ങനെ 2 ബാങ്കുകളിൽ നിന്നായിട്ട് നൽകിയത് 70 പവൻ. ഈ 70 പവൻ സ്വർണം കിട്ടിയതോടെ ആ സിന്ധു എന്ന് പറയുന്ന സ്ത്രീ സ്വന്തം സുഹൃത്തുക്കളെ കൈവിട്ട് കെണിയിലാക്കി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി അവർ രക്ഷപ്പെട്ടില്ല. അവർ പോലീസിന്റെ വലയിലായി. ബാങ്കിലെ സ്വർണം സിന്ധുവിന് കൊടുത്ത് പുറത്തുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ ഉയർന്ന തുകയ്ക്ക് പണയം വെക്കുന്നതിലൂടെ ഈ ജീവനക്കാർക്ക് വൻ തുക കമ്മീഷനായി ലഭിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. കുറച്ചു നാളായി ഈ ബിസിനസ് ഇവർ സുഗമമായി നടത്തിക്കൊണ്ടുവരികയായിരുന്നു. പക്ഷേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് പോലെയായി അവസ്ഥ. ഇവർ പിടിക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണത്തിന്റെ യഥാർത്ഥ ഉടമകൾ പണയം വച്ചിരിക്കുന്ന സ്വർണം അത് തിരികെ എടുക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് സൂര്യ ഫിനാൻസിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ തിരിമറികൾ നടക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആ സ്ഥാപനത്തിന്റെ ഉടമ പോലും അറിഞ്ഞത്. പറഞ്ഞ സമയത്ത് സിന്ധു സ്വർണം തിരികെ എത്തിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു ഈ ഒരു വലിയ പ്രതിസന്ധി. വാങ്ങിയ 70 പവൻ കൊണ്ട് സിന്ധു കൈയഴിഞ്ഞതോടെ ജീവനക്കാരികളായ യുവതികൾ പൂർണ്ണമായും പെട്ടുപോയി. സ്ഥാപന ഉടമയും നാട്ടുകാരും വിവരമറിയുമെന്നും ജയിലിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് ഉറപ്പായതോടെ അവസാനം ജീവിതം അവസാനിപ്പിക്കുക, ആത്മഹത്യയാണ് തങ്ങളുടെ മുന്നിലെ ഏക വഴി എന്ന് സിന്ധുവിനോട് ഇരുവരും പറഞ്ഞു. പക്ഷേ സിന്ധുവിന് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ കടുത്ത തീരുമാനത്തിലേക്ക് 2 യുവതികളും എത്തി എന്നുള്ളതാണ്. ഇനി രക്ഷയില്ല എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് 2 യുവതികളും ഷാർജ ഷേക്കിൽ എലിവിഷം കലർത്തി കുടിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. യുവതികളെ ചതിക്കുഴിയിൽ വീഴ്ത്തിയ കൂട്ടുകാരി സിന്ധുവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. യുവതിയിൽ നിന്ന് സ്വർണം കൈക്കലാക്കിയ ശേഷം സിന്ധു രാജ്യം വിട്ടിരുന്നു എന്നാണ് വിവരം. അമേരിക്കയിൽ മകൾക്കൊപ്പമായിരുന്നു സിന്ധുവിന്റെ താമസം. ജീവനൊടുക്കിയ അഞ്ജുവിൽ നിന്ന് 20 ലക്ഷം രൂപയും ഐശ്വര്യയിൽ നിന്ന് 50 പവൻ സ്വർണവുമാണ് കൈക്കലാക്കിയിരുന്നത്. 50 പവൻ സ്വർണം ജീവനെടുക്കാൻ ശ്രമിച്ച ഐശ്വര്യ എന്ന യുവതിയിൽ നിന്ന് വാങ്ങിയതായാണ് വിവരം. സിന്ധുവിന്റെ മകൻ രാഷ്ട്രപതിയുടെ പൈലറ്റും ഭർത്താവ് വിരമിച്ച ആർമി ഉദ്യോഗസ്ഥരുമാണ്. വെങ്ങാനൂർ അമരവിളയിലുള്ള സൂര്യ ഫിനാൻസിലെ ജീവനക്കാരാണ് മരിച്ച 2 പേരും. കുറഞ്ഞ പലിശയ്ക്ക് സ്വർണം പണയം വെച്ചു നൽകാം എന്ന വാക്ക് സിന്ധു നൽകിയതിന് പിന്നാലെയാണ് അവർ അതിൽ വിശ്വസിച്ച് കണ്ണു മഞ്ഞളിച്ച് സ്വർണം തിരിമറിക്കാനായി കൊടുത്തതെന്നാണ് വിവരം. എന്തായാലും സിന്ധുവിന്റെ തട്ടിപ്പിനിരയായ 2 യുവതികളുടെയും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവസാനം നാണക്കേട് മറയ്ക്കാൻ പറ്റാതെ ആ കുടുംബവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിന്ധുവിന്റെ തട്ടിപ്പിന്റെ ആ ഒരു രീതി, അതുമായി ബന്ധപ്പെട്ടുള്ള പല ഞെട്ടിക്കുന്ന വിവരങ്ങളും വ്യക്തമാക്കി അഞ്ജുവിന്റെ ഭർത്താവ് വിഷ്ണു തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. അഞ്ജുവിനെ എങ്ങനെയാണ് ഈ സിന്ധു പറഞ്ഞു പറ്റിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിഷ്ണുവിന്റെ വെളിപ്പെടുത്തൽ. അഞ്ജുവിന്റെ സുഹൃത്തിന്റെ സ്വർണം പണയമെടുക്കാൻ ശ്രമിച്ചപ്പോൾ പകരം വ്യാജ സ്വർണം നൽകി മറ്റ് പല കള്ളത്തരങ്ങളും സിന്ധു ചെയ്തിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വിഷ്ണു നൽകുന്നത്. ഇത്തരത്തിൽ അഞ്ജുവിന്റെ സുഹൃത്തിന്റെ സ്വർണത്തിന് കാണിച്ച കള്ളത്തരം അതോടെയാണ് സിന്ധു ചെയ്യുന്നത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കുകയും 20ഓളം പവൻ തനിക്ക് നഷ്ടമായി എന്നുള്ള കാര്യം വിഷ്ണു എന്ന് പറയുന്ന ഭർത്താവിനോട് അഞ്ജു വെളിപ്പെടുത്തുകയും ചെയ്യുന്നതെന്നാണ് വിവരം. പലവട്ടം പിന്നീട് സിന്ധുവിന്റെ വീട്ടിൽ പോയി നഷ്ടപ്പെട്ട സ്വർണം തിരികെ നൽകണമെന്ന് അഞ്ജുവും ഐശ്വര്യയും ആവശ്യപ്പെട്ടതായും വിഷ്ണു പറയുന്നു. പക്ഷേ തട്ടിപ്പിന് ഇരയെന്ന് അഞ്ജു പറഞ്ഞിട്ടുണ്ടെങ്കിലും സിന്ധുവിന് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഫിനാൻസിൽ വന്ന് കണ്ടു പരിചയപ്പെട്ടതാണ് സിന്ധുവിനെ എന്നാണ് ഇവർ പറയുന്നത്. കുറഞ്ഞ പലിശയ്ക്ക് സ്വർണം പണയം വെച്ച് നൽകാം എന്ന് വാക്ക് നൽകി സ്വർണം വാങ്ങുകയായിരുന്നു സിന്ധു. അഞ്ജുവിന്റെ സുഹൃത്തിന്റെ സ്വർണം പണയമെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ തിരിച്ചു നൽകിയില്ല, പകരം വ്യാജ സ്വർണം നൽകി. ഇതോടെയാണ് തട്ടിപ്പ് മനസ്സിലാകുന്നത്. സ്വർണമെല്ലാം നൽകിയ ശേഷമാണ് സിന്ധു തട്ടിപ്പുകാരിയാണെന്ന് അറിഞ്ഞത് എന്നും തെറ്റുപറ്റിപ്പോയി എന്നും അഞ്ജു ഏറ്റുപറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും കൈവിട്ടു പോയിരുന്നു. അഞ്ജുവും ഐശ്വര്യയും പിന്നീട് തന്റെ തെറ്റുകൾ തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ചെയ്തതെങ്കിലും അവർക്ക് അതിനുള്ള അവസരം ലഭിച്ചില്ല. അതിനു മുൻപേ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. പലവട്ടം സിന്ധുവിന്റെ വീട്ടിൽ പോയി നഷ്ടപ്പെട്ട സ്വർണം തിരികെ നൽകണമെന്ന് ഇവർ 2 പേരും ആവശ്യപ്പെട്ടതായാണ് വിവരം. പക്ഷേ സ്വർണം തനിക്ക് തന്നതിന് തെളിവുണ്ടോ എന്നുള്ള നിസാരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇരുവരെയും മടക്കി അയക്കുകയായിരുന്നു സിന്ധു. ഇതിൽ മുഖാന്തരമാണ് വിഷം കഴിച്ച് ജീവനൊടുക്കാൻ അവർ 2 പേരും തീരുമാനിക്കുന്നത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലെ തട്ടിപ്പിന് പിന്നാലെ ജീവനൊടുക്കാൻ ശ്രമിച്ച ചികിത്സയിലിരുന്ന 2ാമത്തെ ജീവനക്കാരി ഐശ്വര്യ മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്.
തിരുവനന്തപുരം ചാവടിനട സ്വദേശിനിയാണ് ഐശ്വര്യയ്ക്കൊപ്പം ജീവനൊടുക്കാൻ ശ്രമിച്ച അഞ്ജു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നുവെങ്കിലും അവരും മരണപ്പെട്ടു. ജൂൺ 30-നാണ് ഇരുവരും ജീവനൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. എന്തായാലും ഈ തിരിമറി നടത്തി കബളിപ്പിക്കപ്പെട്ടതിന് പിന്നാലെ ഈ യുവതികൾക്ക് കയ്യിൽ 5 പൈസ പോലും ഉണ്ടാകാത്ത ഒരവസ്ഥയായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടെ പുറത്തു വരുന്നുണ്ട്. അതായത് ഇത്ര വലിയ ഡീലിങ്സുകൾ നടത്തിയിട്ടുള്ള ഇരുവർക്കും ഒരു ജ്യൂസ് വാങ്ങാനോ വിഷം വാങ്ങാനോ പോലും കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല എന്നുള്ള അവസ്ഥ. അവസാനം വിഷം വാങ്ങിയത് പോലും കടം വാങ്ങിയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരികളായ അഞ്ജു എന്ന് പറയുന്ന 28-കാരിയും ഐശ്വര്യയും ചേർന്ന് വിഷം വാങ്ങിയത് കടം വാങ്ങിയിട്ടുള്ള പണം ഉപയോഗിച്ചു. ഇവരെ കബളിപ്പിച്ച പ്രതി സിന്ധു സ്ഥിരം കുറ്റവാളിയാണെന്നാണ് ഇപ്പോൾ പോലീസും കണ്ടെത്തുന്നത്. ഇവർക്കെതിരെ നിരവധി പരാതികളാണ് നിലവിൽ ലഭിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അറസ്റ്റിലായ പ്രതി സിന്ധുകുമാരിയുടെ ചതിയിൽപ്പെട്ടാണ് ഈ രണ്ടുപേരും ജീവൻ അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നതെന്ന് ഇവർ ആത്മഹത്യ കുറിപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട്. ജീവൻ ഒടുക്കുന്നതിന് ഒരാഴ്ച മുൻപും യുവതികൾ സിന്ധുവിനെ കണ്ട് സ്വർണം തിരികെ ചോദിച്ചിരുന്നു. പക്ഷേ സ്വർണം തന്നതിന് തെളിവില്ലല്ലോ എന്നായിരുന്നു തിരിച്ചു സിന്ധുവിന്റെ ചോദ്യം. മരിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പോയി ചാകാൻ സിന്ധു പറഞ്ഞു എന്നും യുവതികളുടെ ബന്ധുക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഐശ്വര്യയുടെ ബന്ധുവിൽ നിന്ന് 300 രൂപ പണം വാങ്ങിയാണ് ഇരുവരും വിഷം വാങ്ങിയതെന്നാണ് വിവരം. തുടർന്ന് കോവളം ആവാടുതുറ ബീച്ചിലെത്തി ശീതളപാനീയം വാങ്ങി അതിൽ കലർത്തി കുടിക്കുകയായിരുന്നു. വിഷം കഴിച്ച കാര്യം ഇരുവരും ആരോടും പറഞ്ഞിരുന്നില്ല. ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതാണ് മരണകാരണം. പ്രതിയായ സിന്ധുവിന്റെ ചിത്രം പോലീസ് പുറത്തുവിട്ടതോടെ നിരവധി പേർ ഈ സമാന രീതിയിലുള്ള പരാതികളുമായിട്ട് വിഴിഞ്ഞം പോലീസിലേക്ക് എത്തുകയായിരുന്നു. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള സിന്ധു തട്ടിച്ചെടുത്ത സ്വർണം വിറ്റുകിട്ടുന്ന പണം വിനിയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചിരുന്നു എന്നാണ് നിലവിൽ കണ്ടെത്തൽ. അഞ്ജുവും ഐശ്വര്യയും ജോലി ചെയ്തിരുന്ന പണമിടപാട് സ്ഥാപനത്തിൽ സ്ഥിരമായി എത്തി പരിചയപ്പെട്ട് വിശ്വാസ്യത നേടിക്കൊണ്ടായിരുന്നു സിന്ധുവിന്റെ തട്ടിപ്പ്. സ്ഥാപനത്തിൽ പണയം വെക്കുന്ന സ്വർണം കുറഞ്ഞ പലിശയ്ക്ക് KSFE പോലുള്ള സ്ഥലങ്ങളിൽ പണയം വെക്കാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു ഇവർ ഇത്തരമൊരു കടുംകൈ ചെയ്തത്. പക്ഷേ സിന്ധുവിന്റെ ആ തേൻ പുരട്ടിയിട്ടുള്ള വാക്കുകളിൽ വിശ്വസിച്ച 2 പേർക്കും ഇപ്പോൾ കുടുംബവും ജീവിതവും തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്.